പെന്റക്കോസ്റ്റ് അനുഭവത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരാണല്ലോ പെന്റക്കോസ്റ്റ് അനുഭവം എന്ന് പറയുന്നത്. അത് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച അല്ലെങ്കിൽ പത്രോസിന്റെ പൗലോസിന്റെ കാലത്ത് രക്ഷിക്കപ്പെട്ടവരുടെ അതേ സ്വഭാവത്തിലേക്ക് വരുന്നതാണല്ലോ ഈ പെന്റക്കോസ്റ്റ് അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പെന്റക്കോസ്റ്റിലേക്ക് അനുഭവത്തിലേക്ക് വന്ന നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരെയാണ് പ്രസംഗിക്കേണ്ടത്? ഒരു ചോദ്യമായിരുന്നല്ലോ. അതായത് ഇങ്ങനെ വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തി നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും അനേക പെന്റക്കോസ്റ്റ് പാസ്റ്റേഴ്സ് ഉപദേശിമാരുമൊക്കെയും റോഡിൽ നിന്നും പിന്നെ സഭായോഗങ്ങളിലും ഇസ്രായേലിനെ പ്രശംസിച്ച് പ്രസംഗിക്കും നമ്മൾ കേൾക്കാറില്ലേ? ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, ദൈവം കൂടെ ഇരിക്കുന്നവരാണ്, അവരാണ് സകലത്തിനെ ജയിക്കുന്നവരാണ്, അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. എന്നിട്ട് ഇസ്രായേലിന്റെ പണ്ടത്തെ 6 ദിന യുദ്ധം മനസ്സിലായില്ലേ? 67 1967 അങ്ങനെ നടന്ന 6 ദിന വാറിൽ ഇസ്രായേൽ രോമാഞ്ചകരമായിട്ട് അത് ജയിച്ചത്. ഇതൊക്കെയാണ് നമ്മൾ പല പാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രസംഗിക്കുന്നത്. ചിലർക്ക് എന്താണ് സഭായോഗത്തിൽ വന്നാൽ, എനിക്കറിയാം ഒരു പാസ്റ്റർ സഭായോഗത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിനെ പറ്റി പറയാനേ പുള്ളിക്ക് നേരമുള്ളൂ. ഇസ്രായേലിനെ പറ്റി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെ പറ്റി ഇസ്രായേൽ എന്തോ വലിയ ആളാണ്, അവരെ ആർക്ക് തോൽപ്പിക്കാനൊക്കെ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള യോഗ്യമാണോ? ഇതാണ് നമ്മുടെ ചോദ്യം. എന്നാൽ യോഗ്യമല്ല എന്നാണ് വചനം പറയുന്നത്. കാരണം എന്താണ്? ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധം എന്തോ യഥാർത്ഥത്തില്ല. ഇസ്രായേൽ ദൈവത്തിന്റെ ശത്രുവാണോ ദൈവത്തിന്റെ മിത്രമാണോ? അപ്പോൾ നമുക്ക് പുതിയ മുതൽ അപ്പോസ്തലന്മാർ എന്തുവാണ് ഇസ്രായേലിനെ പറ്റി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് അവരെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: യഹൂദർ കർത്താവായിരിക്കുന്ന യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷപ്പെടേണ്ടതിനായിട്ട് ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു, എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. അപ്പോൾ നോക്കിയേ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളും യഥാർത്ഥത്തിൽ യഹൂദന്മാർ തമ്മിൽ ശത്രുക്കളാണ്. കാരണം യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതാരാ? യഹൂദന്മാർ. അപ്പം നമ്മുടെ രക്ഷിതാവിനെ ക്രൂശിച്ചതാരാ? യഹൂദന്മാരല്ല. പിന്നെ എങ്ങനെ ഞാൻ യഹൂദന്മാരെ പ്രസംഗിച്ചിട്ട് നടക്കും? പൗലോസ് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ശത്രുവാണെന്നാണ് പറഞ്ഞത്. അവരുടെ മേൽ ദൈവത്തിന്റെ ക്രോധം മുഴുത്തു വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്നെ ദൈവം വീണ്ടെടുത്തത് ഇസ്രായേലിനെ പറ്റി പ്രസംഗിക്കാനല്ല, പിന്നെയോ എന്റെ രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പ്രസംഗിക്കല്ലേ എന്റെ നാവിനെ ദൈവം അഭിഷേകം ചെയ്ത്.